ഹലോ എവ്രിവൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ മൈക്രോബയോളജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്, ദാറ്റ് ഈസ് കൾച്ചർ ഓഫ് മൈക്രോബ്സ്. അപ്പോൾ നമ്മൾ മൈക്രോബയോളജി ടോപ്പിക്ക് സിലബസിൽ വരുന്ന മിക്ക എക്സാമുകളിലും ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും ഈ ഒരു ഏരിയയാണ്, അതായത് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ടും വരാറുണ്ട്. അതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മുടെ കയ്യിലെങ്കിൽ പോരും. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൾച്ചർ ഓഫ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോബയോളജി റിലേറ്റഡ് ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്തിനു വേണ്ടിയാണ് കൾച്ചർ ചെയ്യുന്നത്? അതായത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് കുറേ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ഡൗട്ട് ഉണ്ടാവും, ഇതെന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആണോ, ഓർ ഏതെങ്കിലും ഒരു മൈക്രോബിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂറിൻ, അല്ലെങ്കിൽ നമ്മളുടെ ഫീക്കസ് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡിലെ എന്ത് ചെയ്യും, നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കും. അതിനകത്ത് ആ മൈക്രോ ഓർഗാനിസം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കും. അപ്പോൾ ആ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻഡിക്കേഷൻസ് വരും. ആ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ ഫീക്കസിനകത്ത് മൈക്രോബ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ടു ഐഡൻറ്റിഫൈ the presence of microorganism and what type of microorganism it is, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി we can use this culture technique. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും കൾച്ചർ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ മൈക്രോബിയൽ കൾച്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടു ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഐഡൻറ്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഇസ്. ഈ രണ്ട് കാര്യത്തിനാണ് മേജറായിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഓരോ മൈക്രോബ്സിനെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുന്നതും അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിനെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് മീഡിയം ഉണ്ട്, ആ മീഡിയത്തിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ആ മീഡിയത്തിൽ ഏത് മൈക്രോബിനെയാണ് നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ഓഫ് മീഡിയത്തിന് എക്സാമ്പിൾ ഏതാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം തന്നിട്ട് അത് ഏത് ടൈപ്പ് മീഡിയം ആണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് മൈക്രോബയോളജി ടോപ്പിക്സിൻ്റെ അണ്ടറിൽ വരുന്ന മിക്ക എക്സാമുകളിലും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആരും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നമുക്ക് ഒരു മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ. സോ ആദ്യം നമുക്ക് എന്താണ് ഈ കൾച്ചർ എന്നുള്ള കാര്യം നോക്കാം. കൾച്ചർ ഓഫ് മൈക്രോബ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ്? ഫസ്റ്റ് വൺ, ടു ഐഡൻറ്റിഫൈ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇപ്പം ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ദിസ് കൾച്ചർ ടെക്നിക്. അത് വെച്ചിട്ട് നമുക്കൊരു സാമ്പിൾ, ലൈക്ക് ഇപ്പോൾ ഒരു ബ്ലഡ് സാമ്പിൾ ആവാം, യൂറിൻ സാമ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരു ഫീക്കസ് ആവാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാനാണ്, ആ മൈക്രോ ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ഐസൊലേറ്റ് ചെയ്യാനുമാണ് നമ്മൾ കൾച്ചർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, നമ്മൾ സാമ്പിളിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഒരു സ്കൂപ്പ് എടുക്കും, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, മീഡിയത്തിനകത്ത് ഇനോക്കുലേറ്റ് ചെയ്യും. ഓക്കെ, മീഡിയത്തിനകത്ത് കൊണ്ടുവച്ച് ഇനോക്കുലേറ്റ് ചെയ്യും. ഇഫ് അതിനകത്ത് മൈക്രോബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ ഗ്രോ ചെയ്യും, അല്ലേ, ഗ്രോ ചെയ്യും. എന്നിട്ട് അതിൻ്റെ കോളനീസ് ഉണ്ടാക്കുമോ, അല്ലാതെ അതവിടെ ഗ്രോ ചെയ്യും. Okay, so it is done by inoculating the sample on a growth media required for the bacteria to replicate and form colonies on solid media or suspension in liquid media. So different types of media നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ സോളിഡ് മീഡിയ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കൾച്ചർ ചെയ്തെടുക്കാം. Okay, so this forms the starting point in the identification and antibiotic susceptibility test of microorganism. അപ്പം ഈ ഒരു, അതായത് കൾച്ചർ എന്ന് പറയുന്നതാണ്, കൾച്ചറിങ് എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഓർക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് ഇതാണ്, കൾച്ചറിങ് ആണ്, കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കൾച്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൾച്ചർ മീഡിയ. എന്താണ് കൾച്ചർ മീഡിയ? സോ മീഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ട
എല്ലാ ന്യൂട്രിയൻസും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള ഒരു സോഴ്സിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. So the media is a source of nutrients to support the growth of the microorganism in vitro. അതായത് ലബോറട്ടറി കണ്ടീഷനിൽ നമുക്കൊരു മൈക്രോബിനെ ഗ്രോ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ആ മൈക്രോബിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്, കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്തെടുക്കാം. അതേപോലെ ഒരു സാമ്പിളിനകത്ത് എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോബിയൽ സെൽ ഉണ്ട് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ്. അതേപോലെ ചില മൈക്രോബിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ കൾച്ചർ മീഡിയ യൂസ് ചെയ്യാം. അതിനെ സെലക്ട് ചെയ്യാൻ നമുക്ക് ഈ കൾച്ചർ മീഡിയ യൂസ് ചെയ്യാം. സോ മീഡിയ ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് കൗണ്ടിങ് ഓഫ് മൈക്രോബിയൽ സെൽ, selection of microorganism, identification and selection of microorganism, and also the survival of microorganism. ഒരു മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലും നമുക്ക് അവരെ എന്ത് ചെയ്യാം, ഈ കൾച്ചർ മീഡിയക്കകത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഒരു കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് ഗ്രോ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം, ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. So it is used to grow the microorganism, count the microbial cell of a sample, identification and selection of microorganism, and for the survival of microorganism. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് we use culture media. ഓക്കെ അല്ലേ? അപ്പോൾ കൾച്ചറിങ് ആൻഡ് കൾച്ചർ മീഡിയ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കോമൺ ഇൻഗ്രീഡിയൻസ്. ഒരു കൾച്ചർ മീഡിയയിൽ എപ്പോഴും നമുക്ക് കാണേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം. എന്ത് കാരണം? കാർബൺ സോഴ്സ് വേണം. അതായത് എനർജി സോഴ്സ് ആണ് ഈ കാർബൺ സോഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ മിക്കപ്പോഴും. പിന്നെ ഒരു നൈട്രജൻ സോഴ്സ് വരും. പിന്നെ പ്രോട്ടീൻസ് ഒക്കെ വേണ്ടി, അപ്പോൾ അമിനോ ആസിഡിൻ്റെ സോഴ്സ് വേണം, വൈറ്റമിൻസ്, മിനറൽസ്, ഇതിൻ്റെ എല്ലാം സോഴ്സുകൾ വേണം. അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പെപ്റ്റോൺ. പെപ്റ്റോൺ എന്ന് പറയുന്ന ഒരു കാർബൺ ആൻഡ് നൈട്രജൻ സോഴ്സ് ആണ്. ബീഫ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതെന്ന് പറയുന്നത് അമിനോ ആസിഡിൻ്റെ സോഴ്സും വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈസ്റ്റിൻ്റെ എക്സ്ട്രാക്റ്റ് കൊടുക്കാറുണ്ട് ചില മീഡിയകളിൽ. അതെന്താണ്, വൈറ്റമിൻ ആൻഡ് കാർബൺ നൈട്രജൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യും. ഇനി ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, മീഡിയ നമുക്ക് ഡിസോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി വി യൂസ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഓർക്കണം, സ്റ്റെറൈൽ ആയിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മീഡിയ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഇൻ കേസ് നമുക്ക് കോളനി കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്കതിനെ കൾച്ചർ ചെയ്തെടുക്കാൻ നമ്മൾ ചിലപ്പം സോളിഡ് മീഡിയ യൂസ് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് സോളിഡ് മീഡിയ വി യൂസ് എ സോളിഡിഫയിങ് ഏജൻറ്റ്. ഇത് സോളിഡ് മീഡിയയുടെ കാര്യത്തിലാണ് നമ്മൾ ഈ സോളിഡിഫയിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത്. സോളിഡ് മീഡിയ അതേപോലെ സെമി സോളിഡ് മീഡിയയിലൊക്കെയാണ് നമ്മൾ ഈ സോളിഡിഫയിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേതാണ്, അഗാറാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന സോളിഡിഫയിങ് ഏജൻറ്റ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു കൾച്ചർ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ. കാർബൺ സോഴ്സസ്, നൈട്രജൻ സോഴ്സ്, അമിനോ ആസിഡ് സോഴ്സ്, പിന്നെ വൈറ്റമിൻ, മിനറൽ സോഴ്സസ് കാണും. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത്. പിന്നെ സോളിഡ് മീഡിയയിൽ അല്ലെങ്കിൽ സെമി സോളിഡ് മീഡിയയുടെ കൂടെ എന്ത് ആഡ് ചെയ്യേണ്ടി വരും, അഗാർ അല്ലെങ്കിൽ സോളിഡിഫയിങ് ഏജൻറ്റും കൂടെ വേണ്ടി വരും. സോ ദീസ് ആർ ദ കോമൺ ഇൻഗ്രീഡിയൻസ് ഓഫ് കൾച്ചർ മീഡിയ. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് കൾച്ചർ മീഡിയ ആണ് ഉള്ളതെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കൾച്ചർ മീഡിയ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിഫൈൻഡ് മീഡിയ. ഡിഫൈൻഡ് മീഡിയ എന്ന് വെച്ചാൽ, നമ്മൾ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ വേണ്ട സാധനങ്ങളുടെ അല്ലെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് എമൗണ്ടിൽ അറിയാമായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്തുള്ള കാർബൺ സോഴ്സ് എന്താണ്, അത് എത്ര എമൗണ്ടിൽ അതിനകത്തുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. സോ എ ഡിഫൈൻഡ് മീഡിയം ഹാസ് എ നോൺ ക്വാണ്ടിറ്റി ഓഫ് ഓൾ ഇൻഗ്രീഡിയൻറ്റ്. അതിനകത്ത് വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ള മീഡിയനെയാണ് ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ നോൺ ക്വാണ്ടിറ്റി ഓഫ് ഓൾ ഇൻഗ്രീഡിയൻറ്റ് ലൈക്ക് കാർബൺ സോഴ്സസ്, നൈട്രജൻ സോഴ്സസ്, ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാർബൺ സോഴ്സ് ആണ് ഗ്ലൂക്കോസും ഗ്ലിസറോളും. അപ്പോൾ നൈട്രജൻ്റെ സോഴ്സ് ആണ് അമോണിയം സോൾട്ട്, നൈട്രേറ്റ്, അതൊക്കെയാണ് നൈട്രജൻ്റെ സോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മീഡിയത്തിലുള്ള ഏതൊക്കെ കമ്പോണൻ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ അതാണ് ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന മെറ്റബോളിക്, ന്യൂട്രീഷണൽ ആൻഡ് ഫിസിയോളജിക്കൽ ഗ്രോത്ത് എക്സ്പെരിമെൻറ്റ്സിലാണ് ഈ ഡിഫൈൻഡ് മീഡിയ കൂടുതലും യൂസ് ചെയ്യുന്നത്.
അതിന് എക്സാമ്പിളാണ് സെപെക് ഡോക്സ് മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഫൈൻഡ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് നന്നായിട്ട് പഠിച്ചോളൂ. ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് അൺഡിഫൈൻഡ് മീഡിയ. അൺഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനകത്തുള്ള കമ്പോണൻസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അൺനോൺ ക്വാണ്ടിറ്റി ആയിരിക്കും അതിനകത്ത് വരുന്നത്. സോ ദിസ് മീഡിയം ഹാസ് ഡിഫറെൻറ്റ് കോംപ്ലക്സ് ഇൻഗ്രീഡിയൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗ്ലൂക്കോസോ ഗ്ലിസറോളോ കറക്റ്റ് കോൺസെൻട്രേഷനിലായിരിക്കില്ല. അതിന് പകരം ഇവിടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ഈ മീഡിയത്തിനകത്ത് കാണുന്നത്. ലൈക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ബീഫ് എക്സ്ട്രാക്ട്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, അതേപോലെ വേരിയസ് സോൾട്ട്, എൻസൈമാറ്റിക് പ്രോട്ടീൻ, ഇതൊക്കെ നമ്മൾ ആ മീഡിയത്തിൽ വരികയാണെങ്കിൽ അതിനകത്തുള്ളതിൻ്റെ ഡിഫൈൻഡ് ആയിട്ടുള്ള കറക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളതിനെയാണ് അൺഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈസ്റ്റ് എക്സ്ട്രാക്ട് വരുന്നത്, ബീഫ് എക്സ്ട്രാക്ട് വരുന്നത്, സോൾട്ട് ആൻഡ് എൻസൈമാറ്റിക് പ്രോട്ടീൻ വരുന്നതായിട്ടുള്ള മീഡിയ എന്നും എന്തിൻ്റെ അണ്ടറിലാണ് വരിക, അൺഡിഫൈൻഡ് മീഡിയയുടെ അണ്ടറിലാണ് വരിക. അതിന് എക്സാമ്പിളാണ് പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാർ, മാക്കോൺകെ അഗാർ, ഇതൊക്കെ എന്താണ് അൺഡിഫൈൻഡ് മീഡിയയുടെ അണ്ടറിൽ വരുന്നതാണ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാർ, മാക്കോൺകെ അഗാർ ഒക്കെ എന്താണ് അൺഡിഫൈൻഡ് മീഡിയമാണ്. ഇനി വരുന്നതാണ് കോംപ്ലക്സ് മീഡിയ. കോംപ്ലക്സ് മീഡിയ എന്ന് പറയുമ്പം അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതായത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയായിരിക്കും. ഫോർ എക്സാമ്പിൾ ചില ബാക്ടീരിയക്ക് അതിനകത്ത് ഗ്രോ ചെയ്യാൻ പറ്റും, ചിലതിന് ഗ്രോ ചെയ്യാൻ പറ്റരുത്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് ആഡഡ് ആയിട്ടുള്ള മീഡിയയാണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. സോ സ്പെഷ്യൽ ആയിട്ടുള്ള ചില സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള മീഡിയയാണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് മീഡിയ ഇവിടെ എന്താണ്, these have added ingredient for special purpose or for bringing out certain characteristics or for providing special nutrients required for the growth of bacterium under study. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിനകത്ത് കാണും. എന്തിനു വേണ്ടിയാണ്, ഫോർ സ്പെഷ്യൽ പർപ്പസ് ഓർ ഫോർ ബ്രിങ് ഔട്ട് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് സ്പെഷ്യൽ മൈക്രോ ഓർഗാനിസം. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് ഉള്ള മീഡിയനെയാണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം മനസ്സിലായല്ലോ, ഡിഫൈൻഡ്, അൺഡിഫൈൻഡ് ആൻഡ് കോംപ്ലക്സ് മീഡിയ. ഇനി ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് ആ മീഡിയയുടെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിസിൽ മീഡിയനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്യുന്നത് ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച്. സോ അതേതാണ്, ഫസ്റ്റ് വൺ ലിക്വിഡ് മീഡിയം. അതെന്തായിരിക്കും, ലിക്വിഡ് ഫോമിലായിരിക്കും ആ മീഡിയ വരുന്നത്. ഓക്കെ, ലിക്വിഡ്സ് ആർ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ബാക്ടീരിയൽ ഗ്രോത്ത് ഫ്രം ഫുഡ്, blood or water when large volume have been to be tested and for preparing bulk culture of antigen or vaccines. അപ്പോൾ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ലാർജ് വോളിയം നമുക്ക് കൾച്ചർ ചെയ്യണോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ലിക്വിഡ് മീഡിയം ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ ഈ കൾച്ചറിങ്ങിന് വേണ്ടി ആൻറ്റിജൻ വാക്സിൻസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ മൈക്രോബിയൽ കൾച്ചർ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് മീഡിയം ആയിരിക്കും. So this bacteria grow diffusely in the liquid and they produce discrete growth on solid media. അതായത് ഇവിടെ ഡിഫ്യൂസ്ലി അവർ ലിക്വിഡിനകത്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഗ്രോത്ത് ചെയ്യും. അതായത് ബാക്ടീരിയയൊക്കെ അതുപോലെ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് ഗ്രോത്ത് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ അവിടെ ഗ്രോത്ത് ഉണ്ടെന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ലിക്വിഡ് മീഡിയം എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ അതിൽ പൗഡർ ആയിരിക്കും എടുക്കുക, അത് ഡിസ്റ്റിൽ വാട്ടർ വെച്ചിട്ട് സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യിച്ചിട്ടായിരിക്കും ഈ ലിക്വിഡ് മീഡിയം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ലിക്വിഡ് മീഡിയത്തിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് ദ ടർബിഡിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, അത് ടർബിഡായിട്ട് മാറുകയാണെങ്കിൽ, കേട്ടോ, ഒരു ടർബിഡായിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിനകത്ത് ആ മൈക്രോബിയൽ ഗ്രോത്ത് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കവിടെ ഗ്രോത്ത് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മൈക്രോബിയൽ അതിനകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതേ എടുത്ത് നമ്മൾ സോളിഡ് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാലാണ് അത് കറക്റ്റ് ഏത് മൈക്രോബാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ലിക്വിഡ് മീഡിയം എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഇനോക്കുലേറ്റഡ് ഇൻ സ്യൂട്ടബിൾ ഡയലൂഷൻ ബാക്ടീരിയ ഫോം കോളനീസ് വിച്ച് ആർ ക്ലോൺസ് ഓഫ് ദ സെൽ ഒറിജിനേറ്റിംഗ് ഫ്രം ദ സിംഗിൾ ബാക്ടീരിയൽ സെൽസ്. സിംഗിൾ ബാക്ടീരിയൽ സെൽസിൽ നിന്ന് അത് കോളനി ഫോം ചെയ്യും, എന്നിട്ടാണ് അതിൻ്റെ ടർബിഡിറ്റി
മാറുന്നത്. ഇതിങ്ങനെ ടർബിഡായിട്ട് മാറും. ഇനി ഫ്ലൂയിഡ് എൻറിച്ച്മെന്റ് മീഡിയ ആർ ഫസ്റ്റ് ഇനോക്കുലേറ്റഡ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ അതിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സോളിഡ് മീഡിയയിൽ കൾച്ചർ ചെയ്തിട്ടാണ് ആ കോളനീനെ, ഈച്ച് കോളനീനെ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പം ലിക്വിഡ് മീഡിയത്തിൽ ഇരിക്കുന്ന ഇപ്പം ടർബിഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരു ഇനോക്കുലേഷൻ ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരു സ്കൂപ്പ് എടുക്കും. എന്നിട്ട് നമ്മൾ സോളിഡ് മീഡിയത്തിനകത്ത് അത് ഇപ്പം സ്ട്രീക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുകയോ ചെയ്ത് കൊടുക്കും. സോ അവിടെ നിന്ന് നമുക്ക് ആ മൈക്രോബിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ലിക്വിഡ് മീഡിയം എന്ന് പറയാം. രണ്ടാമത്തെയാണ് സോളിഡ് മീഡിയം. അതെന്തായിരിക്കും, സോളിഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് മീഡിയം. അപ്പോൾ സോളിഡ് മീഡിയത്തിൽ നമുക്ക് ആ മോർഫോളജി അതാണ് കണ്ടോ, ഓരോ കോളനി ആയിട്ട് അതിങ്ങനെ മാറി മാറി കാണും. അപ്പോൾ ഓരോ കോളനിയുടെ പ്രത്യേകതകൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കോളനി റൗണ്ട് ആയിട്ടാണോ ഇരിക്കുന്നത്, കോളനിയുടെ കളർ എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സോളിഡ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. സോ മോർഫോളജിയെ പറ്റി അറിയാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് സോളിഡ് മീഡിയ. അതുപോലെ അവർ ഓരോ അഗാർ, നമ്മളിപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അഗാർസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കളർ പ്രൊഡക്ഷൻ നടക്കാം, അല്ലെങ്കിൽ ഹീമോലൈസിസ് നടക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിനകത്തുള്ള മൈക്രോബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സോളിഡ് മീഡിയയുടെ പ്രത്യേകത. ഇനി സോളിഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുക, അഗാറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആൽഗയില്ലേ, CVD നമ്മൾ എടുക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പോളിസാക്കറൈഡ് ആണ് ഈ അഗാർ എന്ന് പറയുന്നത്. സോ അഗാർ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ സോളിഡ് മീഡിയ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ടൈപ്പ് ഓഫ് CVD. ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ ഒന്നും ഈ അഗാർ അതിന് പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ വാല്യൂ ആയിട്ട് അങ്ങ് കൊടുക്കുന്നില്ല. അതേപോലെ അവർ ആ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുകയില്ല. ജസ്റ്റ് അവരെന്താണ് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ അഗാർ. ഇനി ഇവരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ 98 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അവരെ മെൽറ്റ് ചെയ്യിക്കും. മെൽറ്റ് ചെയ്തിട്ട് ഇത് സെറ്റാക്കാൻ, അതായത് ആ അഗാർ സോൾഡിഫൈ ചെയ്യുന്നത് 42 ഡിഗ്രി സെൽഷ്യസിലാണ് നോർമലി അത് സെറ്റ് ആവുന്നത് കേട്ടോ, സോൾഡിഫൈ ചെയ്യുന്നത്. പിന്നെ ആ അഗാറിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഈ വാല്യൂസിൽ വേരിയേഷൻ വരും ഈ ടെമ്പറേച്ചറിൽ. അപ്പോൾ യൂഷ്വലി ഇറ്റ് മെൽറ്റ് അറ്റ് 98 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് യൂഷ്വലി സെറ്റ് അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. അത് സോൾഡിഫൈ ചെയ്യുന്നത് 42 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഇനി എപ്പോഴും നമ്മൾ മിക്ക സോളിഡ് മീഡിയത്തിലും 2% അഗാറാണ് ആഡ് ചെയ്ത് കൊടുക്കുക. 2% അഗാറാണ് അതിൽ ആഡഡ് ആയിട്ടുള്ളത്. ഇനി ഈ അഗാറിൻ്റെ കൂടെ തന്നെ വേറെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യും. ലൈക്ക് പെപ്റ്റോൺ പോലത്തെ ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താവും, അവർ പെപ്റ്റോൺ എന്ന് പറയുമ്പോൾ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആയിരിക്കും, വിച്ച് കണ്ടെയ്ൻ പ്രോട്ടിയേസസ്, പോളിപെപ്റ്റൈഡ്, അമിനോ ആസിഡ്, അങ്ങനത്തെ ഇനോർഗാനിക് സോൾസ് ഒക്കെ വരുന്നതായിരിക്കും അതിൽ വരിക. അപ്പോൾ അവരെന്തിനെ ഹെൽപ്പ് ചെയ്യും, ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അനദർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോമൺ മീഡിയ ഇസ് പെപ്റ്റോൺ ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻ. ആൻഡ് അതിനകത്ത് എന്തൊക്കെ വരും, പ്രോട്ടീൻസും പോളിസാക്കറൈഡും അമിനോ ആസിഡ്സും ഒക്കെ വരും. അപ്പോൾ അവർ അതേപോലെ ചില മിനറൽസും പോലെ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലൈക്ക് റൈബോഫ്ലാവിനും ഒക്കെ ഈ എക്സ്ട്രാ നമ്മൾ മീഡിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ബ്ലഡും സിറവും ഈസ്റ്റ് എക്സ്ട്രാക്റ്റും ഒക്കെ നമ്മൾ ചില മീഡിയയിലായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് കേട്ടോ, അതും കൂടെ ഓർത്തിച്ചോളൂ. ഇനി അഗാറിന് അല്ലെങ്കിൽ സോളിഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻ്റ് അഗാർ, മാക്കോൺകെ അഗാർ, ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ. ഇതെല്ലാം എന്താണ്, സോളിഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ദീസ് ആർ സോളിഡ് മീഡിയാസ്. ഇനി ഒരെണ്ണമുണ്ട് സെമി സോളിഡ് മീഡിയ. അത് കുറച്ചുകൂടെ ജെല്ലി ടൈപ്പ് ടെക്സ്ചർ ആയിരിക്കും വരിക, ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആയിരിക്കും ഈ മീഡിയ കാണിക്കുന്നത്. ആൻഡ് ഇവരുടെ പർപ്പസ് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ് ഷോസ് ദ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയൽ മോട്ടിലിറ്റി. അതേപോലെ മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ, അതായത് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ വേണ്ട ബാക്ടീരിയനാണ് മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് സെമി സോളിഡ് മീഡിയ. So this media show the motility of bacteria and for the culture of microaerophilic bacteria. ഇതിനകത്ത് അഗാർ കാണും, സെമി സോളിഡ് ആയിരിക്കും അല്ലേ, അപ്പം ബട്ട് അത് ലോ കോൺസെൻട്രേഷനിലായിരിക്കും. 0.5% അഗാർ ആയിരിക്കും ഈ മീഡിയയിൽ കാണുന്നത്. ഓക്കെ അല്ലേ? സോ ദിസ് മീഡിയ ആസ് എൻ അഗാർ അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് 0.5% ഓർ ലെസ്. ആൻഡ് ഇതൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഈ മീഡിയയ്ക്ക് വരുന്നത്. സോ ഇറ്റ് ഇസ് എ സെമി സോളിഡ് മീഡിയ ആണ്.
അതിന് എക്സാമ്പിൾ ആണ് സ്റ്റുവർട്ട്സ് ആൻഡ് ആമീസ് മീഡിയ, അത് ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഹഗ് ആൻഡ് ലിവ്സൺസ് ഓക്സിഡേഷൻ ഫെർമെൻറ്റേഷൻ മീഡിയ, മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയ, ഇതൊക്കെ സെമി സോളിഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് മീഡിയനെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്: സോളിഡ്, ലിക്വിഡ് ആൻഡ് സെമി സോളിഡ് മീഡിയ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ മീഡിയ, നമുക്ക് മീഡിയനെ ഒരുപാടായിട്ട് ക്ലാസിഫൈ ചെയ്യാനുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോമ്പോസിഷൻ, ആ മീഡിയക്കകത്തുള്ള കെമിക്കലിൻ്റെ പ്രസൻസ് അനുസരിച്ചും അതേപോലെ ആ മീഡിയ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ മീഡിയ. എന്താണ് സിമ്പിൾ മീഡിയ? അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന അതർ നെയിമാണ് ബേസൽ മീഡിയ. സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ. ഇപ്പം ന്യൂട്രിയൻ ബ്രോത്ത് എന്നൊക്കെ പറയുന്നത് ലിക്വിഡ് മീഡിയ ആണ്. സോ അതൊരു സിമ്പിൾ മീഡിയ ആണ്. അതിനകത്ത് എന്ത് മാത്രമേ കാണുള്ളൂ? നമുക്ക് ആ ഒരു മൈക്രോബിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കാണുള്ളൂ. ലൈക്ക് അതിന് വേണ്ട കാർബൺ സോഴ്സ്, നൈട്രജൻ സോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. ഒരു മിനിമം ഒരു മൈക്രോബിയൽ ഗ്രോത്തിന് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണോ വേണ്ടത് അത് മാത്രമുള്ള ഒരു മീഡിയത്തിനെയാണ് നമ്മൾ സിമ്പിൾ മീഡിയം അല്ലെങ്കിൽ ബേസൽ മീഡിയം എന്ന് പറയുന്നത്. ന്യൂട്രിയൻ ബ്രോത്ത് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് പെപ്റ്റോണും മീറ്റ് എക്സ്ട്രാക്റ്റും സോഡിയം ക്ലോറൈഡും വാട്ടറും ഒക്കെ മാത്രമേ കാണുള്ളൂ. ഇനി ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ ന്യൂട്രിയൻ്റ് അഗാർ, അപ്പം ന്യൂട്രിയൻ്റ് ബ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ആയിട്ടായിരിക്കും. ഇനി ന്യൂട്രിയൻ്റ് അഗാർ എന്ന് പറയുന്നതും എന്താണ്, ഒരു സിമ്പിൾ മീഡിയ ആണ്. അതിനകത്ത് നമ്മൾ എന്താണ് ഈ പറഞ്ഞതിനകത്തോട്ട് ഇച്ചിരി അഗാറും കൂടെ ആഡ് ചെയ്യുക, 2% അഗാറും കൂടെ ആഡ് ചെയ്താൽ അത് ന്യൂട്രിയൻ്റ് അഗാറാവും. അപ്പോൾ അതും എന്താണ് ഒരു സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. സോ ബേസൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻ്റ് അഗാർ, പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ ബ്രോത്ത്. ഇതൊക്കെ എന്താണ് സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, അതിൽ ആ മൈക്രോബ് അല്ലെങ്കിൽ ഏതൊരു മൈക്രോബിനും ഗ്രോ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ളവരെയാണ് സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ എന്ന് പറയുന്നത്. ന്യൂട്രിയൻ ബ്രോത്ത്, ന്യൂട്രിയൻ്റ് അഗാർ, പെപ്റ്റോൺ വാട്ടർ, ഇതൊക്കെ എന്താണ് ബേസൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി ആ രണ്ടാമത്തേതാണ് എൻറിച്ച്ഡ് മീഡിയ. എൻറിച്ച്ഡ്, റിച്ച് ആവുകയാണ്. അതിനകത്ത് എന്ത് ചെയ്യാണ്, ചില ന്യൂട്രിയൻ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, ചില സ്പെഷ്യൽ സാധനങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. സോ ബേസൽ മീഡിയം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും എന്ത് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. സോ ഇതെന്തിനു വേണ്ടിയാണ്, ടു കൾട്ടിവേറ്റ് ബാക്ടീരിയ വിത്ത് എക്സാക്റ്റിംഗ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്. അതായത് മറ്റേ നമ്മൾ ഏത് മൈക്രോബിനെയും ഗ്രോ ചെയ്യാൻ അത് യൂസ് ചെയ്യാം. ഇനി എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ ചില മൈക്രോബ്സിന് ഇന്ന ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുന്ന കണ്ടീഷനിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാനാണ് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം സ്പെസിഫിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ സ്പെസിഫിക് ന്യൂട്രീഷണൽ റിക്വയർമെൻ്റ് ഉള്ള മൈക്രോബ്സിനെ ഗ്രോ ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് എൻറിച്ച്ഡ് മീഡിയ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ആ സ്പെഷ്യൽ ന്യൂട്രിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ലൈക്ക് ബ്ലഡ്, സിറം അല്ലെങ്കിൽ എഗ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ ബേസൽ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ചേഞ്ചസ് ടു എൻറിച്ച്ഡ് മീഡിയ. അപ്പോൾ ബേസൽ മീഡിയത്തിലേക്ക് നമ്മൾ ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കഴിയുമ്പം അതെന്തായിട്ട് മാറും, എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് മാറും. അതിന് എക്സാമ്പിളാണ് ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, LSS, മോൺസോസ് ടോറോക്കൊളേറ്റ്, ലോവൻസ്റ്റിൻ ജെൻസൺ മീഡിയ. ഇതൊക്കെ എന്താണ് എൻറിച്ച്ഡ് മീഡിയയുടെ എക്സാമ്പിളാണ്. അവരിൽ എന്താണ് നമ്മളെ ബേസൽ മീഡിയയുടെ ഒപ്പം നമ്മൾ ചില ഇൻഗ്രീഡിയൻസ്, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഫോർ ദ ഗ്രോത്ത് ഓഫ് ദാറ്റ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, സോ അതൊക്കെയാണ് എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ. അതിൽ കുറച്ച് എൻറിച്ച്ഡ് മീഡിയയുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്. ഇതാണ് ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് എന്ന് പറയുന്നത് ഒരു എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ എന്ത് കാണും, ഹൈലി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ബഫേർഡ് ഫ്ലൂയിഡ് ആണ്, കൾച്ചർ മീഡിയ ആണ്. അതിനകത്ത് എന്ത് കാണും, എൻസൈമാറ്റിക് നോൺ എൻസൈമാറ്റിക് ഇൻഫ്യൂഷൻ ഫ്രം കാഫ് ബ്രെയിനും അതേപോലെ കൗ ഹാർട്ടും ആണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം എന്ത് കാണും, പെപ്റ്റോണും ഡെക്സ്ട്രോസും കാണും.
സോ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാഫ് ബ്രെയിൻ ആൻഡ് കൗ ഹാർട്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഫെസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസം, അതായത് ആ പർട്ടിക്കുലർ സാധനം ഉണ്ടെങ്കിൽ മാത്രം ഗ്രോ ചെയ്യുന്ന ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എൻറിച്ച്ഡ് മീഡിയ ആണ് ബ്ലഡ് അഗാർ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ തന്നെ പറയാം അതെന്താണ്, സോളിഡ് കൾച്ചർ മീഡിയ ആണ്. അതിനകത്ത് നമ്മൾ അഗാർ ഉണ്ട്, പെപ്റ്റോൺ ഉണ്ട്, അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യും, ബ്ലഡ് ആഡ് ചെയ്യും. ഓക്കെ, ആ ബ്ലഡ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഷീപ്പിൽ നിന്നാണ് ആ ബ്ലഡ് എടുക്കുന്നത്. അതോടൊപ്പം ഹോഴ്സും കവും പിഗ് ബ്ലഡും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യൂഷ്വലി ഷീപ്പ് ബ്ലഡ് ആണ് യൂസ് ചെയ്യുക, വേണമെങ്കിൽ ഹോഴ്സ് കൗ ആൻഡ് പിഗ് ബ്ലഡ് യൂസ് ചെയ്യാം. അപ്പം ഇത് എന്തിനു വേണ്ടിയാണ് കൾച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോബിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയയുടെ ഗ്രോത്തിന് വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ബ്ലഡ് അഗാർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്ലഡ് അഗാർ ആയതുകൊണ്ട് സോളിഡ് കൾച്ചർ മീഡിയ ആണ്. ഇതിന് കൂടെ അഗാറും പെപ്റ്റോണിൻ്റെ ഒക്കെ കൂടെ ബ്ലഡ് ആഡ് ചെയ്യും. അത് യൂഷ്വലി ഷീപ്പിൽ നിന്നുള്ള ബ്ലഡ് ആവും. ഹോഴ്സ് കൗ പിഗ് ബ്ലഡും യൂസ് ചെയ്യാറുണ്ട്. ഇനി വൈറ്റമിൻ കെ, സിസ്റ്റീൻ, ഹെമിൻ അങ്ങനത്തെ സപ്ലിമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനകത്തോട്ട് ആഡ് ചെയ്യാറുണ്ട്. ഇഫ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത് അനേറോബിക് ബാക്ടീരിയയും ഫഞ്ചയും ആണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ വി മസ്റ്റ് ആഡ് വൈറ്റമിൻ കെ, സിസ്റ്റീൻ ആൻഡ് ഹെമിൻ. ഓക്കെ, സോ അനേറോബിക് ബാക്ടീരിയ ആൻഡ് ഫഞ്ചയെ ആണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, വൈറ്റമിൻ കെ, സിസ്റ്റീൻ ആൻഡ് ഹെമിൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ. ഇനി ഈ ബ്ലഡ് അല്ലേ അതിനകത്തുള്ളത്. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ബ്ലഡിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബ്ലഡ് സെൽസിനെ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഹീമോലൈസിസ് അല്ലെങ്കിൽ ഹീമിൻ്റെ ബ്രേക്ക് ഡൗൺ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്ലഡ് അഗാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില മൈക്രോ ഓർഗാനിസത്തിന് അതിൻ്റെ ഹീമോലൈസിസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഹീമോലൈസിൻ. അങ്ങനെ ഒരു സെൻസ് വരുവാണെങ്കിൽ, അതായത് ആ ബ്ലഡ് അഗാർ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ചില മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഹീമോലൈസിസ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് ചെയ്യാൻ പറ്റില്ല, നോൺ ഹീമോലൈറ്റിക് ആയിരിക്കും. സോ ഇങ്ങനെ ഹീമോലിറ്റിക് ആൻഡ് നോൺ ഹീമോലിറ്റിക് മൈക്രോബ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും വി ക്യാൻ യൂസ് ദിസ് ബ്ലഡ് അഗാർ. സോ ഈ എൻറിച്ച്ഡ് അഗാർ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻറിച്ച്ഡ് മീഡിയ ആയിട്ടുള്ള ബ്ലഡ് അഗാറിനെ വി ക്യാൻ ഓൾസോ യൂസ് ഇറ്റ് ആസ് ഡിഫറൻഷ്യൽ മീഡിയ. എന്തായിട്ടും കൂടെ യൂസ് ചെയ്യാം, ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ്, ഇറ്റ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ഹീമോലിറ്റിക് ആൻഡ് നോൺ ഹീമോലിറ്റിക് മൈക്രോബ്. ഹീമോലിറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബിനെയും നോൺ ഹീമോലിറ്റിക് ബാക്ടീരിയനെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ബ്ലഡ് അഗാർ. ബിക്കോസ് ഇതിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഹീമോലൈസിസ് നമുക്ക് കാണാൻ പറ്റും. ചില മൈക്രോബ്സ് അത് ഹീമോലൈസിസ് അണ്ടർഗോ ചെയ്യും, ചിലരത് ചെയ്യില്ല. So based on this, it is used to differentiate among gram-positive cocci. So it is used as differential media also. ഇത് ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് യൂസ് ചെയ്യും. അപ്പം ബ്ലഡ് അഗാർ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം, ഇറ്റ് ഈസ് ആൻ എൻറിച്ച്ഡ് മീഡിയ ആണ്, ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്. അതേപോലെ അത് എന്തുമാണ്, ഡിഫറൻഷ്യൽ മീഡിയയും കൂടിയാണ്. എന്തുകൂടാണ്, ഡിഫറൻഷ്യൽ മീഡിയയും കൂടിയാണ്. അപ്പോൾ ബ്ലഡ് അഗാർ ഈസ് എൻറിച്ച്ഡ് മീഡിയ പ്ലസ് ഇറ്റ് ഈസ് ഓൾസോ ആക്ട് ആസ് എ ഡിഫറൻഷ്യൽ മീഡിയ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ദാറ്റ് മൈക്രോ ഓർഗാനിസം നമ്മളെടുത്ത കൾച്ചർ ചെയ്ത മൈക്രോ ഓർഗാനിസം ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്ക ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനകത്തുള്ള ആ ബ്ലഡിനെ കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്യും, ലൈസിസ് ചെയ്യും. സോ അതിനെയാണ് ബീറ്റ ഹീമോലൈസിസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയും, ബീറ്റ ഹീമോലൈസിസ്. സോ ബീറ്റ ഹീമോലൈസിസ് റെഫേഴ്സ് ടു കംപ്ലീറ്റ് ലൈസിസ് ഓഫ് ദ ബ്ലഡ് സെൽ ആൻഡ് ഹീമോഗ്ലോബിൻ. അപ്പോൾ എന്താ പറ്റുക, ആ റെഡ് കളർ അവിടെ അങ്ങ് മാറും. ഈ മൈക്രോബാണ് അവിടെ ഉള്ളതെങ്കിൽ ആ റെഡ് കളർ മാറിയിട്ട് ക്ലിയർ ആയിട്ട് മാറും. ക്ലിയർ ആയിട്ട് മാറിയത് കണ്ടോ. സോ ഇങ്ങനെ ക്ലിയർ ആയിട്ട് മാറുവാണെങ്കിൽ അതെന്താണ്, ബീറ്റ ഹീമോലൈസിസ് നടത്തുന്ന മൈക്രോ ഓർഗാനിസം ആണെന്ന് പറയാം. സോ ബീറ്റ ഹീമോലൈസിസ് റെഫേഴ്സ് ടു കംപ്ലീറ്റ് ലൈസിസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ഹീമോഗ്ലോബിൻ ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ കംപ്ലീറ്റ് ക്ലിയറിംഗ് ഓഫ് ദ ബ്ലഡ് അഗാർ മീഡിയം സറൗണ്ടിങ് ദ കോളനി. അപ്പോൾ കംപ്ലീറ്റ്ലി ആ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബീറ്റ ഹീമോലൈസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൈ.
ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി രണ്ടാമത്തതുണ്ട് ആൽഫ ഹീമോലൈസിസ്. ഏതാണ്? ആൽഫ ഹീമോലൈസിസ്. അവർ പാർഷ്യലായിട്ടേ ബ്രേക്ക് ഡൗൺ ചെയ്യത്തുള്ളൂ. സോ alpha hemolysis refers to the partial lysis of red blood cells and hemoglobin. സോ അതിൻ്റെ കളർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ ആയിരിക്കും അതിൽ കാണും. നമുക്കിവിടെ ഒരു ഗ്രീനിഷ് കളറാണ് കാണാൻ പറ്റുന്നതെങ്കിൽ അതെന്താണ്? ആൽഫ ഹിമോലൈസിസ് ആണ്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ അവിടെ പോസിബിൾ ആയിരിക്കില്ല. സോ ദിസ് റിസൾട്ട് ഇൻ ഗ്രീനിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ ബ്ലഡ് അഗർ അറൌണ്ട് ദ കോളനി. വിറിഡൻ സ്ട്രെപ്റ്റോകോക്ക എന്താണ്? ആൽഫ ഹിമോലൈസിസ് ആണ്. അപ്പോൾ ബീറ്റ കംപ്ലീറ്റ്ലി ലൈസിസ് ചെയ്യും, ആൽഫ എന്താണ്? പാർഷ്യൽ ലൈസിസ് ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് ഹീമോഗ്ലോബിൻ ആണ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണമുണ്ട് ഗാമ അല്ലെങ്കിൽ നോ ഹീമോലൈസിസ്. അവിടെ എന്തായിരിക്കും? ഹീമോലൈസിസ് ഉണ്ടാവില്ല. അപ്പം നോൺ ഹീമോലിറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ് ആയിരിക്കും അത്. നോ ഹീമോലൈസിസ് റിസൾട്ട് ഇൻ നോ ചേഞ്ച് ഇൻ ദ കളർ, റെഡ് ആയിട്ട് തന്നെ ആ മീഡിയം ഇരിക്കും. സോ അതിന് എക്സാമ്പിളാണ് എൻട്രോകോക്കൈ. ഓക്കെ അല്ലേ? അപ്പോൾ ബ്ലഡ് അഗാർ ഇറ്റ് ഈസ് ആൻ എൻറിച്ച്ഡ് മീഡിയ but it can be used as a differential media to differentiate hemolytic and non-hemolytic microorganism. അതിൽ തന്നെ ബീറ്റ, ആൽഫ, ഗാമ അല്ലെങ്കിൽ നോ ഹീമോലൈസിസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എൻറിച്ച്ഡ് മീഡിയ ആണ് ചോക്ലേറ്റ് അഗാർ. അതിൻ്റെ പേരിന് കാരണം ആരും വിചാരിക്കരുത് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള മീഡിയ ആണെന്ന് വിചാരിക്കരുത്. ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതിനെ ഹീറ്റ് ചെയ്യുമ്പം അത് ഒരു നമ്മളെ ബ്ലഡ് അഗാർ പോലെ തന്നെയാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ കുറച്ചുകൂടെ ചോക്ലേറ്റ് കളറ് ആവുകയാണെങ്കിൽ അതിനെയാണ് ആ ചോക്ലേറ്റ് കളർ ആവുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ചോക്ലേറ്റ് അഗാർ എന്ന് പറയുന്നത്. അല്ലാതെ ചോക്ലേറ്റ് യൂസ് ചെയ്യുന്ന അഗാർ അല്ല. ഓക്കെ, മാറിപ്പോരുത്. സോ ദിസ് ഈസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് എ മിക്സ്ചർ ഓഫ് ഷീപ്പ് ബ്ലഡ്. ഷീപ്പ് ബ്ലഡ് അവിടെ ഉണ്ട്, ന്യൂട്രിയൻ്റ് അഗാറും ഷീപ്പ് ബ്ലഡും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ കളർ തന്നെ ഒരു ചോക്ലേറ്റ് കളറായിട്ട് മാറും. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ചോക്ലേറ്റ് അഗാർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് എ മിക്സ്ചർ ഓഫ് ഷീപ്പ് ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻ്റ് അഗാർ, ഹീമോഗ്ലോബിൻ ആൻഡ് റിലേറ്റഡ് സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് ഹെമിൻ വിച്ച് ഇസ് നോൺ ആസ് ദ എക്സ് ഫാക്ടർ ആൻഡ് NAD അതായത് നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ചോക്ലേറ്റ് അഗാർ. ഓക്കെ, സോ ദീസ് ആർ റിലീസ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ്. സോ ആ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ ആ കളറ് ബ്രൗൺ ആയിട്ട് മാറും, അതായത് ചോക്ലേറ്റിൻ്റെ കളറാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ചോക്ലേറ്റ് അഗാർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ചില മൈക്രോ ഓർഗാനിസം ലൈക്ക് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, നീസീറിയ മെനിഞ്ചൈറ്റിഡിസ്, അതുപോലെ നീസീറിയ ഗൊണേറിയെ ആൻഡ് ന്യൂമോകോക്കസ്, ഇതിനെയൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയാണ് വി യൂസ് ദിസ് ചോക്ലേറ്റ് അഗാർ. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് അഗാർ എന്തിനു വേണ്ടിയൊക്കെയാണ്? ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, നീസീറിയ മെനിഞ്ചൈറ്റിഡിസ്, നീസീറിയ ഗൊണേറിയെ ആൻഡ് ന്യൂമോകോക്കസ്, ഇതിൻ്റെ കൾച്ചറിന് വേണ്ടിയാണ് വി യൂസ് ചോക്ലേറ്റ് അഗാർ. അപ്പോൾ അതിൻ്റെ കളർ എന്തുകൊണ്ടാണെന്ന് ക്ലിയർ അല്ലേ? ഇനി അടുത്ത മീഡിയ ആണ് എൻറിച്ച്മെൻറ്റ് മീഡിയ. എൻറിച്ച്മെൻറ്റ് മീഡിയ ആണ്. സോ ഇവിടെ നമ്മൾ ബേസൽ മീഡിയം പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെയും നമ്മൾ സ്പെഷ്യൽ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യൂറിൻ സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട ആളെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം? ആ പാത്തജനെ മാത്രം നമുക്കതിനെ വയബിളായിട്ടും അതിനെ മാത്രം നമുക്ക് ഗ്രോ ചെയ്യണം. ബാക്കിയുള്ളതിൻ്റെ ഗ്രോത്തിനെ നമുക്ക് സപ്രസ് ചെയ്യണമെങ്കിൽ വി യൂസ് ദിസ് എൻറിച്ച്മെൻറ്റ് മീഡിയ. അതായത് നമുക്ക് വേണ്ടതിൻ്റെ മാത്രം ഗ്രോത്ത് നടത്താൻ ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രോത്ത് സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയയാണ് എൻറിച്ച്മെൻറ്റ് മീഡിയ. So these are used to suppress commensal bacteria while allowing the pathogen to remain viable and grow. അപ്പം നമ്മളുടെ ഇപ്പോൾ സ്കിന്നിലൊക്കെ ഉള്ള നോർമൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ പ്രിവെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്തിട്ട് പാത്തജൻസിൻ്റെ മാത്രം ഗ്രോത്ത് അവിടെ അലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീഡിയനെയാണ് എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ മിക്സ്ഡ് ഫ്ലോറ ആയിരിക്കും. നമുക്ക് ഏതൊരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലോറ കാണും. നാച്ചുറലി നമ്മളുടെ ബോഡിയിലുള്ള ഫ്ലോറ മൈക്രോബ്സ് അതിനകത്ത് കാണും അല്ലേ? ബട്ട് അതിൽ നിന്ന് നമുക്ക് ആ ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തജനെ
മാത്രം കൾച്ചർ ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് എൻറിച്ച്മെന്റ് മീഡിയ. ലൈക്ക് ഇപ്പോൾ ഡയോറിയജനിക് ആയിട്ടുള്ള ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്യാൻ ഫ്രം ദ ഫീക്കൽ സാമ്പിൾ വി ക്യാൻ യൂസ് ദിസ് എൻറിച്ച്മെന്റ് മീഡിയ. Okay, so substance that can have an stimulating effect on the bacteria to be grown or an inhibitory effect on those to be suppressed are incorporated in the media. ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട മൈക്രോബ്സിൻ്റെ മാത്രം ഗ്രോത്തിനെ അവരെന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഗ്രോത്തിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഈ മീഡിയയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള മീഡിയ ആണ് എൻറിച്ച്മെന്റ് മീഡിയ. അതിനൊരു എക്സാമ്പിളാണ് ടെട്രാ തയോണേറ്റ് ബ്രോത്ത്. എന്താണ് ടെട്രാ തയോണേറ്റ് ബ്രോത്ത് എന്ന് പറയും. ഇവിടെ ടെട്രാ തയോണേറ്റ് നമ്മൾ കോളിഫോംസിൻ്റെയൊക്കെ ഗ്രോത്തിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. വേറെ ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് ബാസിലസിനെ അവർ ഗ്രോ ചെയ്യാൻ അലോ ചെയ്യും. സോ അതാണ് ടെട്രാ തയോണേറ്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കോളിഫോംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ വരുന്നതാണ് സെലനൈറ്റ് എഫ് ബ്രോത്ത്. അവരെന്താ ചെയ്യുക, ഡിസെൻട്രി കോസ് ചെയ്യുന്ന മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് മാത്രമായിരിക്കും അവർ നടത്തുക, ബാക്കി എല്ലാവരെയും അവർ ഇൻഹിബിറ്റ് ചെയ്യും. സോ അങ്ങനെയുള്ളതിനെയാണ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത്. എൻറിച്ച്മെന്റ് മീഡിയ, സെലനൈറ്റ് എഫ് ബ്രോത്ത് എന്ന് പറയുന്നത് എൻറിച്ച്മെന്റ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സോളിഡ് മീഡിയം ആയിരിക്കും, അതിനകത്ത് നമുക്ക് വേണ്ട മൈക്രോബിനെ മാത്രം എന്ത് ചെയ്യാണ്, ഗ്രോ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ബാക്കിയുള്ള നേരത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട മൈക്രോബിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ളതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. സെലക്റ്റീവ് മീഡിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ളവരെല്ലാം ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ആ സോളിഡ് മീഡിയയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഡിയോക്സിക്കോളേറ്റ് സിട്രേറ്റ് അഗാർ DCA. അത് നമ്മൾ ഫീക്കൽ സാമ്പിളിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സാൽമണല്ല ഷിജല്ലയുടെ ഒക്കെ ഗ്രോത്തിന് വേണ്ടി നമ്മളത് കൊടുക്കാറുണ്ട്. ബാക്കി എല്ലാവരും അങ്ങ് മരിച്ചു പോയിക്കോളും, ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ അതാണ് ഡിയോക്സിക്കോളേറ്റ് സിട്രേറ്റ് അഗാർ DCA. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സൂക്രേസ് അഗാർ TCBS എന്ന് പറയും. തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സൂക്രോസ് അഗാർ TCBS എന്ന് പറയും. അത് നമ്മൾ വിബ്രിയ ഇല്ലേ, വിബ്രിയനെ ഗ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മീഡിയ യൂസ് ചെയ്യുക. സോ ഇതിനകത്ത് ആൽക്കലൈൻ pH ആയിരിക്കും ഈ മീഡിയയ്ക്കുള്ളത്. സോ അത് കാരണം വിബ്രിയോ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, അവിടെ നന്നായിട്ട് ഗ്രോ ചെയ്യുക. അതേപോലെ ആ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാം, ഈ സൂക്രോസ് ഉണ്ടല്ലോ, ഈ വിബ്രിയോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൂക്രോസിനെ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദ കളർ ചേഞ്ചസ്, അതൊരു പച്ച കളറാണെങ്കിൽ അത് എന്തായിട്ട് മാറും, യെല്ലോ കളറായിട്ട് മാറും. സോ ഈ യെല്ലോ കളറായിട്ടുള്ള കോളനീസ് എല്ലാം എന്തായിരിക്കും, വിബ്രിയോയുടെ കോളനീസ് ആയിരിക്കും. കാരണം അവരെന്ത് ചെയ്തു, അവർക്ക് അവിടെ ആ pH ഗ്രോ ചെയ്യാനും പറ്റും. അതേപോലെ സൂക്രോസിനെ അവർ ഫെർമെൻറ്റ് ചെയ്ത് യെല്ലോ കളറാക്കി മാറ്റാനും പറ്റും. സോ അതാണ് വിബ്രിയോയുടെ സെലക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. സോ TCBS എന്താണ്, ഒരു സെലക്റ്റീവ് മീഡിയ ആണ്. ഇനി ആ pH ഗ്രോ ചെയ്യാൻ പറ്റാത്തവരും സൂക്രോസിനെ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റാത്തവരും എന്തായിരിക്കും, ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കും കിടക്കുക, അവിടെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഡു നോട്ട് വൈൽ ദോസ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഗ്രീൻ, പറ്റാത്തവർ എന്തായിരിക്കും, ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കും. സോ അത് എന്തും കൂടാണ്, വിബ്രിയോയുടെ ഇൻഡിക്കേറ്ററും കൂടാണ്. വിബ്രിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ടും ആ കളർ ചേഞ്ച് എന്താണ്, അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലേ. സോ അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അതൊരു ഇൻഡിക്കേറ്ററും കൂടിയാണ്. സോ ഇത് എന്തും കൂടാണ്, ഇൻഡിക്കേറ്റർ മീഡിയം കൂടിയാണ്. സെലക്റ്റീവ് മാത്രമല്ല, ഇൻഡിക്കേറ്റർ മീഡിയം കൂടിയാണ് എന്ത്, TCBS. അപ്പോൾ TCBS അഗാർ എന്താണ്, ഒരു സെലക്റ്റീവ് മീഡിയവും ആണ്. അതിനോടൊപ്പം എന്തും കൂടാണ്, ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ അഗാർ, അതൊരു ഇൻഡിക്കേറ്റർ അഗാറും കൂടിയാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മീഡിയവും കൂടി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ TCBS അഗാർ ഒരു സെലക്റ്റീവും ഇൻഡിക്കേറ്റർ മീഡിയവും കൂടിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഒരു സെലക്റ്റീവ് മീഡിയ ആണ് തയർ മാർട്ടിൻ മീഡിയം. തയർ മാർട്ടിൻ മീഡിയം ഇതെന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ആൻറ്റി മൈക്രോബിയൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഹിബിറ്റേഴ്സിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ ആൻറ്റി മൈക്രോബിയൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഇൻ ചോക്ലേറ്റ് അഗാർ. ചോക്ലേറ്റ് അഗാറിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യും, ആൻറ്റി മൈക്രോബിയൽസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ലൈക്ക് വാങ്കോമൈസിൻ,
കോളിസ്റ്റിൻ, നിസ്റ്റാറ്റിൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും ഈ ചോക്ലേറ്റ് അഗാറിനകത്ത്. അപ്പോൾ എന്ത് പറ്റും, ബാക്കിയുള്ള മൈക്രോബ് എല്ലാം ഡെത്ത് ആവും, അല്ലെങ്കിൽ അവരൊന്നും ഗ്രോത്ത് പോസിബിൾ ആയിരിക്കില്ല. ബട്ട് നീസീരിയ ഗൊനേറിയയെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇതോ അപ്പം ഇങ്ങനെ കോളനീസ് അവിടെ ഉണ്ടാവുകയാണ്. ഈ കോളനീസ് എല്ലാം എന്ത് തന്നെ ആയിരിക്കും, നീസീരിയ ഗൊനേറിയ ആയിരിക്കും. സോ ഇതാണ് തയോമാർട്ടിൻ മീഡിയ. അപ്പോൾ അങ്ങനെയും ചോദിക്കാം, നീസീരിയ ഗൊനേറിയയുടെ ഐസൊലേഷന് വേണ്ടി അല്ലെങ്കിൽ കൾച്ചറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, തയോമാർട്ടിൻ മീഡിയമാണ്. ഓക്കെ അല്ലേ? And the antimicrobial suppress the growth of other microorganisms which may inhibit the growth of Neisseria gonorrhoeae. And thiomartin plates are incubated in an atmosphere containing 3 to 10 degree percentage carbon dioxide. 3 to 10% carbon dioxide ഉള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കും നമ്മൾ ഈ ഒരു പ്ലേറ്റിനെ ഇൻകുബേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ നന്നായിട്ട് നോക്കിക്കോളൂ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് സെലക്റ്റീവ് മീഡിയ ആണ് ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയ എന്ന് പറയുന്നത്. സോ ഇതൊരു മൈക്കോബാക്ടീരിയൻ സ്പീഷീസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ്, മിനറൽ സോൾട്ട്, അസ്പെറാജിൻ, ഗ്ലിസറോൾ, മാലക്കൈറ്റ് ഗ്രീൻ ആൻഡ് ഹെൻസ് എഗ് വരും. ഞാൻ ഈ മാലക്കൈറ്റ് ഗ്രീൻ അണ്ടർലൈൻ ചെയ്തത് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്, അത് ഓർത്ത് വെച്ചേക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മിനറൽ സോൾട്ട്, ആസ്പെറാജിൻ, ഗ്ലിസറോൾ, മാലക്കൈറ്റ് ഗ്രീൻ ആൻഡ് ഹെൻസ് എഗ്. ആൻഡ് ഈ മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹീറ്റ് ചെയ്യാറുണ്ട്, ഇൻസ്പിസേഷൻ നടത്താറുണ്ട്. അതായത് നമ്മൾ ഇതിനെ 75 ഡിഗ്രി അല്ലെങ്കിൽ 80 ഡിഗ്രി അടുപ്പിച്ച് ടെമ്പറേച്ചറിൽ 3 ദിവസം നമ്മൾ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്, ഹീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഈ മീഡിയത്തിനെ. ആൻഡ് ദ മാലക്കൈറ്റ് ഗ്രീൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തിനാണ് മാലക്കൈറ്റ് ഗ്രീൻ അണ്ടർലൈൻ ചെയ്തത്, മാലക്കൈറ്റ് ഗ്രീൻ പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് മോസ്റ്റ് അതർ മൈക്രോ ഓർഗാനിസം. ആ മാലക്കൈറ്റ് ഗ്രീൻ ആണ് ഈ പച്ച കളറിന് കാരണം. അതേപോലെ അവരെന്ത് ചെയ്യാറുണ്ട്, മോസ്റ്റ് ഓഫ് ദ മൈക്രോ ഓർഗാനിസത്തിനെയും പ്രിവെന്റ് ചെയ്യുന്നത് ഇതാണ്, ഈ മാലക്കൈറ്റ് ഗ്രീൻ ആണ്. സോ ദിസ് മീഡിയ ഇസ് യൂസ്ഡ് സിൻസ് ഇറ്റ് വിൽ സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് വെരി സ്മോൾ ഇനോക്കുലം. സോ മൈക്കോബാക്ടീരിയം സ്പീഷീസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയ. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മിനറൽ സോൾട്ട്, അസ്പെറാജിൻ, ഗ്ലിസറോൾ, മാലക്കൈറ്റ് ഗ്രീൻ ആൻഡ് ഹെൻസെക്. ആൻഡ് ദിസ് മാലക്കൈറ്റ് ഗ്രീൻ ആണ് എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെയും പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാനിറ്റോൾ അഗാർ. അതും ഒരു സെലക്റ്റീവ് മീഡിയ ആണ് കേട്ടോ, മാനിറ്റോൾ അഗാർ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സെലക്ഷൻ ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് മാനിറ്റോൾ അഗാർ. അപ്പോൾ ഇതിനകത്ത് 7% സോഡിയം ക്ലോറൈഡ് കാണും. അതെന്തിനു വേണ്ടിയാണ്, ബാക്കിയുള്ള ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഹിബിറ്ററി ആയിട്ട് ആഡ് ചെയ്യുന്നത് 7% സോഡിയം ക്ലോറൈഡ് ആണ്, വിച്ച് inhibit the growth of other microorganism and promote the growth of staphylococci. And ഇതിനെ നമുക്കൊരു ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫീനോൾ റെഡ്. ഓർക്കണം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാറുണ്ട് മാനിറ്റോൾ അഗാറിലെ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഫീനോൾ റെഡ്. ഫീനോൾ റെഡ് ആണ് മാനിറ്റോൾ അഗാറിലുള്ള ഇൻഡിക്കേറ്റർ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ഈ മൈക്രോ ഓർഗാനിസംസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ്, മാനിറ്റോളിനെ അവർ യൂസ് ചെയ്തിട്ട് ദേ പ്രൊഡ്യൂസ് ആസിഡ്. സോ ദാറ്റ് ദ ഫീനോൾ റെഡ് കളറ് ചേഞ്ച് ചെയ്തിട്ട് യെല്ലോ ആയിട്ട് മാറും. സോ യെല്ലോ ആയിട്ട് മാറുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇനി ഈ ഒരു ഷെയ്ഡാണ് അതിന് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിറ്റിസ് ആയിരിക്കും. ഇനി കളർ ചേഞ്ച് ഒന്നും ഇല്ലാതെ ആ റെഡ് കളറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മൈക്രോകോക്കസ് ലൂട്ടിയസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, മാനിറ്റോളിനെ അത് ഫെർമെൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മാനിറ്റോളിൽ നിന്ന് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സോ ഫീനോൾ റെഡ് ആണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്താണ്, ദാറ്റ് the microbes that produce acid like staphylococcus uses the mannitol for acid production. അപ്പം ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ലൈക്ക് സ്റ്റഫൈലോകോക്കസ് എന്ത് ചെയ്യും, ഈ മാനിറ്റോളിനെ യൂസ് ചെയ്തിട്ട് അവർ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ദ കളർ റെഡ് കളർ ചേഞ്ചസ് ടു യെല്ലോ കളറായിട്ട് മാറും. കണ്ടോ, ഇങ്ങനെ യെല്ലോ കളർ ആവുകയാണെങ്കിൽ അത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഒരു ഓറഞ്ചിഷ് കളർ ആവുകയാണെങ്കിൽ അത് സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആയിരിക്കും. റെഡ് തന്നെ ആണെങ്കിൽ അല്ലാത്ത മൈക്രോബ്സ് ആയിരിക്കും, ലൈക്ക് മൈക്രോകോക്കസ് ലൂട്ടിയസ് പോലത്തെ മൈക്രോബ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അതാണ് മാനിറ്റോൾ അഗാർ.
ഇനി അടുത്തുണ്ട് മാക്കോൺകെ അഗാർ. ഇതും നമ്മളൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിനകത്ത് വരുന്നത് എന്താണെന്നറിയാമോ? ബൈൽ സോൾട്ട് ആണ്. ഇവിടെ ഇൻഹിബിറ്റർ ആയിട്ട് വരുന്ന ആരാണ്? ബൈൽ സോൾട്ട് ആണ്. ഓക്കെ, ആ ബൈൽ സോൾട്ട് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഇറ്റ് ഓൺലി പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ലൈക്ക് എൻട്രോബാക്ടീരിയ. എൻട്രോബാക്ടീരിയയിൽ വരുന്ന ആൾക്കാരെയാണ് അതെന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലാക്ടോസ് വരുന്നുണ്ട്. അപ്പോൾ ലാക്ടോസ് ഫെർമെൻറ്റ് ചെയ്യുന്ന കോളനീസ് എന്തായിരിക്കും? പിങ്ക് കളറിലായിരിക്കും കാണുക. നോൺ ലാക്ടോസ് ആയിട്ടുള്ള, ലാക്ടോസ് ഫെർമെൻറ്റിങ് ആയിട്ടുള്ളവർ കളർലെസ്സിലായിരിക്കും കാണുന്നത് ഈ മാക്കോൺകെ അഗാറിൽ. സോ അതും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എസ്റ്ററീഷ്യ കൊളയാണെങ്കിൽ ഈ ഒരു കളറായിരിക്കും. എൻട്രോബാക്ടർ എറോജൻസ് ആണെങ്കിൽ ഈ ഒരു കളറായിരിക്കും കോളനിയിൽ. പ്രോട്ടിയസ് വൾഗാരിക്കസ് ആണെങ്കിൽ അതൊരു ഈ ഒരു യെല്ലോ ആയിരിക്കും. സാൽമണല്ല ടൈഫിമ്യൂറിയം ഈ ഒരു കളറാണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഈ ഒരു ഓറഞ്ചിഷ് കളറായിരിക്കും തരുന്നത്. ഓക്കെ, സോ അതാണ് മാക്കോൺകെ അഗാർ. ഇറ്റ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ മീഡിയം. ഒരു ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാക്കോൺകെ അഗാർ. ഇനി ഇതിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റർ മീഡിയം. അടുത്താണ് ഇൻഡിക്കേറ്റർ മീഡിയം. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഈ ഇൻഡിക്കേറ്റർ മീഡിയത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചില മൈക്രോബിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത്, ആ ഒരു മീഡിയയിൽ ചില മൈക്രോബിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഇൻഡിക്കേറ്ററിൽ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു കളർ ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ ദാറ്റ് കളർ ചേഞ്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ആ മൈക്രോബാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന്. സോ ഇതിനെയാണ് ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട മാനിറ്റോൾ അഗാർ, അതേപോലെ മാക്കോൺകെ അഗാർ ഒക്കെ എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. So this media contain an indicator that changes color when a bacteria grow in it. Example, sulfite in Wilson Blair medium. വിൽസൺ ബ്ലെയർ മീഡിയത്തിൽ സൾഫൈറ്റ് കാണാറുണ്ട്. ഈ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ വിൽസൺ ബ്ലെയർ മീഡിയം എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റഫൈലോകോക്കസ്, സാൽമണല്ല ടൈഫിമ്യൂറിയം അല്ലെങ്കിൽ ടൈഫൈ ഇവിടെ ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഈ സൾഫൈറ്റിനെ അവർ സൾഫൈഡ് ആക്കി മാറ്റും. സോ ദാറ്റ് ദ കളർ ചേഞ്ചസ് ടു ബ്ലാക്ക് മെറ്റാലിക് ഷീൻ അവിടെ ഫോം ചെയ്യും. ആ കോളനി നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലാക്ക് കളറായിട്ടുള്ള കോളനീസ് ആയിരിക്കും ഫോം ചെയ്യാം. സോ അതുവഴി നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് ഒരു ഇൻഡിക്കേഷൻ അവിടെ കാണിക്കുകയാണ്. ആ ബ്ലാക്ക് കളറായി എന്നുള്ളത് കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്തുള്ളത് സാൽമണല്ല ടൈഫൈ ആണെന്ന് മനസ്സിലാവും. സോ വിൽസൺ ബ്ലെയർ മീഡിയം എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ മീഡിയമാണ്. അതിലുള്ള സൾഫൈറ്റ് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് മാക്ലോഡ് മീഡിയം ഉണ്ട്. അതിലുള്ള പൊട്ടാസ്യം ടെലുറൈറ്റ്, മാക്ലോഡ് മീഡിയത്തിലുള്ള പൊട്ടാസ്യം ടെലുറൈറ്റ് എന്ത് ചെയ്യാറുണ്ട്? മെറ്റാലിക് ടെലുറിയം റെഡ്യൂസ് ചെയ്യും. ആര്? കോർണി ബാക്ടീരിയം, ഡിഫ്തീരിയ. എന്നിട്ടത് ബ്ലാക്ക് കളറാക്കി മാറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് റെഡ്യൂസ് ടു മെറ്റാലിക് ടെലൂറിയം ബൈ കോർണി ബാക്ടീരിയം. അതായത് പൊട്ടാസ്യം ടെലുറൈറ്റിനെ എന്താക്കി മാറ്റും? മെറ്റാലിക് ടെലൂറിയം ആക്കി മാറ്റും ബൈ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ. അങ്ങനെ അത് ബ്ലാക്ക് കളർ ഫോം ചെയ്യും. സോ അതിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് ഈ പൊട്ടാസ്യം ടെലുറൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇതാണ് സൾഫൈറ്റ് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത്. ഇനി അടുത്താണ് മാനിറ്റോൾ സോൾട്ട് അഗാർ. നമ്മൾ നേരത്തെ കണ്ട മാനിറ്റോൾ അവിടെ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. അതേപോലെ ബ്ലഡ് അഗാറും എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ട് നമുക്ക് പറയാം. അവിടെ ഹീമോലൈസിസും നോൺ ഹീമോലൈസിസും നടക്കുന്നത് വെച്ച് കളർ ചേഞ്ച് ഉണ്ടാവില്ലേ? സോ അതും ഒരു ഇൻഡിക്കേറ്റർ മീഡിയമാണ്. മാക്കോൺകെ അഗാർ അവിടെ എന്താണ്? പിങ്ക് കളർ കോളനീസ് ഫോം ചെയ്യും ഡ്യൂ ടു ലാക്ടോസ് ഫെർമെൻറ്റേഷൻ. ലാക്ടോസ് ഫെർമെൻറ്റേഷൻ നടക്കുകയാണെങ്കിൽ പിങ്ക് ആയിരിക്കും. നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ അവിടെ എന്താണ്? പെയിൽ കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഓൾ ദീസ് ആർ ഇൻഡിക്കേറ്റർ മീഡിയം. ഇനി ഡിഫറൻഷ്യൽ മീഡിയം ഉണ്ട്. സോ ഡിഫറൻഷ്യൽ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഒരു ഇൻഡിക്കേറ്റർ ടൈപ്പ് ഓഫ് മീഡിയം തന്നെയാണ് കേട്ടോ ഈ ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയുന്നതും. സോ മാക്കോൺകെ മീഡിയം ഇല്ലേ, അതിനകത്ത് പെപ്റ്റോണും ലാക്ടോസും അഗാറും ന്യൂട്രൽ റെഡും ടോറോകൊളൈറ്റും കാണും. അപ്പോൾ അവരെന്ത് പറ്റും? ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് അത് പിങ്ക് കളർ കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുക. നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് എന്തായിരിക്കും? കളർലെസ് അല്ലെങ്കിൽ പെയിൽ കളറായിരിക്കും. സോ അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കളർ ഫോമിങ് അല്ലെങ്കിൽ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് ഡിഫറൻഷിയേറ്റ് മീഡിയ എന്ന് പറയുന്നത്. അതും ഒരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ മീഡിയമാണ് കേട്ടോ. അതേപോലെ നമ്മൾ ബ്ലഡ് അഗാർ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ മീഡിയമാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഹീമോലൈറ്റിക് ആൻഡ് നോൺ ഹീമോലൈറ്റിക്കിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതും ഒരു ഡിഫറൻഷ്യൽ മീഡിയമാണ്. ആൻഡ് നമ്മളുടെ
ഇൻഡസ്റ്റൈനിലുള്ള മിക്ക ബാക്ടീരിയ ഇല്ലേ, അതായത് ഫാക്കൾട്ടേറ്റീവ് അനറോബ്സ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണ്. അവർ പിങ്ക് കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, ലൈക്ക് ഈക്കോളയൊക്കെ. ഇനി ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കളർലെസ് ആയിട്ട് വരുന്നവരാണ് ഈ ഷിജെല്ല, അതുപോലെ സാൽമണല്ല സ്പീഷീസ്. അവർ കളർലെസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് നാഗ്ലർ മീഡിയ എന്ന് പറയുന്നത്. അത് ലെസിത്തിനേസ് ആക്ടിവിറ്റി കാണിക്കും. അതായത് ആ മൈക്രോബിന് ചുറ്റും ഒരു ക്ലിയർ സോൺ നമുക്ക് കാണാൻ പറ്റും ആ മീഡിയയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ലെസിത്തിനേസ് ആക്ടിവിറ്റി കാണിക്കുന്ന മൈക്രോബ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ രണ്ട് ഇമേജിലും ആ ലെസിത്തിനേസ് ടെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നഗ്ലർ മീഡിയത്തിലാണ് ഇത് ചെയ്യുന്നത്. സോ അതും ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആണ് കേട്ടോ. അപ്പോൾ അത്രയാണ് ഡിഫറൻഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഒരു മീഡിയ ആണ് ട്രാൻസ്പോർട്ട് മീഡിയ. എന്താണ് ട്രാൻസ്പോർട്ട് മീഡിയ? അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ഈ സ്പെസിമെൻ അല്ലെങ്കിൽ നമ്മൾ ആ മൈക്രോബ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് സ്റ്റുവർട്ട്സ് മീഡിയ. സ്റ്റുവർട്ട്സ് മീഡിയ എന്ന് പറയുന്നത് ഒരു നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് അഗാർ ജെൽ കണ്ടെയ്നിങ് ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് കാണും. അതെന്തിനു വേണ്ടിയാണ്? ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. അതുപോലെ ഒരു ചാർക്കോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്ത് ചെയ്യും? ചില ബാക്ടീരിയൽ ഇൻഹിബിറ്റേഴ്സിനെ എന്ത് ചെയ്യാനാണ്? ന്യൂട്രലൈസ് ചെയ്യാൻ ചാർക്കോൾസ് ആഡ് ചെയ്യും. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഇൻഹിബിറ്റേഴ്സിനെ അവർ അബ്സോർബ് ചെയ്ത് വെക്കും ഈ ചാർക്കോൾ. അങ്ങനെ ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ സ്റ്റുവർട്ട് മീഡിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ നോൺ ന്യൂട്രിയൻ സോഫ്റ്റ് അഗാർ ജെൽ കണ്ടെയ്നിങ് റെഡ്യൂസിങ് ഏജന്റ് ഫോർ പ്രിവെന്റ് ഓക്സിഡേഷൻ ആൻഡ് ചാർക്കോൾ ടു ന്യൂട്രലൈസ് സർട്ടൻ ബാക്ടീരിയൽ ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? ഈ സ്റ്റുവർട്ട്സ് മീഡിയം നമ്മൾ ട്രാൻസ്പോർട്ട് സ്പെസിമെനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യാറ്. ലൈക്ക് ഗോണോകോക്കൈ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് സ്റ്റുവർട്ട്സ് മീഡിയം. ഓക്കെ. ഇനി അനേറോബിക് മീഡിയ ഉണ്ട്. അനേറോബിക് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ്. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം എന്ന് പറയുന്നത് അനേറോബിക് മീഡിയത്തിന് എക്സാമ്പിൾ ആണ്. അതേപോലെ തയോ ഗ്ലൈക്കോലേറ്റ് മീഡിയവും എന്താണ് അനേറോബിക് മീഡിയത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയായിരിക്കും? അനേറോബിക് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയയും അതേപോലെ തയോ ഗ്ലൈക്കോലേറ്റ് മീഡിയയും വരുന്നത്. Okay, so these media are used to grow anaerobic organism in the presence of reducing substance or absence of oxygen. അതിലെ ഫസ്റ്റ് വൺ ആണ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയം എന്ന് പറയുന്നത്. സോ ഈ മീഡിയം എന്ന് പറയുന്ന എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഗ്രോത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ലൈക്ക് ഓക്സിജൻ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. അനേറോബ്സിൻ്റെയും എയറോബ്സിൻ്റെയും ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സിൻ്റെയും നമുക്കിത് കൾച്ചർ ചെയ്യാം. അപ്പം ഓക്സിജൻ ഇൻഡിക്കേറ്റർ ടേൺസ് ദ മീഡിയം പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ ആക്കി മാറ്റും അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്യൂബ്. അപ്പം ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആ ഒരു മീഡിയത്തിൻ്റെ കളർ പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ ആയിട്ട് മാറ്റും. അത് ടോപ്പിലായിട്ടായിരിക്കും കാണുക. ആൻഡ് ദ മീഡിയം നമ്മൾ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഈ ഓക്സിജനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മീഡിയ നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്യാറുണ്ട്. ഇനി ഒബ്ലിഗേറ്റ് എയറോബ്സിലെ അവരെവിടെ ആയിരിക്കും കാണുക? ടോപ്പിലായിട്ടായിരിക്കും കാണുക. ഓക്കെ, സോ ഒബ്ലിഗേറ്റ് എയറോബ്സ് ഗ്രോ ഒൺലി അറ്റ് ദ ടോപ്പ് ഓഫ് ദി ട്യൂബ്. ഓർക്കുക, ഒബ്ലിഗേറ്റ്സ് എയറോബ്സ് ടോപ്പ് ഓഫ് ദി ട്യൂബിലായിരിക്കും ഗ്രോ ചെയ്യുക. ആൻഡ് മൈക്രോ എയറോഫിൽസ് ഇല്ലേ, ലോ കോൺസെൻട്രേഷൻ ഓക്സിജൻ വേണ്ടവർ, അവരെന്തായിരിക്കും? മിഡിലായിരിക്കും ഗ്രോ ചെയ്യുക. ആൻഡ് അനേറോബ്സ് എന്തായിരിക്കും? ബോട്ടത്തിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ടോപ്പ് ഓഫ് ദി ട്യൂബിൽ ഒബ്ലിഗേറ്റ് എയറോബ്സും മിഡിലിൽ മൈക്രോ എയറോഫൈൽസും ബോട്ടത്തിലായിട്ട് അനേറോബിക് ഓർഗാനിസവും ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. അതാണ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയ. ഇനി ഈ മീഡിയക്കകത്ത് ഈസ്റ്റ് എക്സ്ട്രാക്റ്റും കാസിറ്റോൺ, സോഡിയം ക്ലോറൈഡ്, സിസ്റ്റൈൻ, തയോഗ്ലൈക്കോലേറ്റ്, അഗാർ ആഡ് ചെയ്യാറുണ്ട്. മെത്തിലിൻ ബ്ലൂ, ഡിഅയണൈസ്ഡ് വാട്ടറും ഒക്കെ കൊടുക്കാറുണ്ട്. ആൻഡ് ഫൈനൽ pH എന്ന് പറയുന്നത് 7.2 ആയിരിക്കും. ഓക്കെ, സോ അതാണ് അനേറോബിക് അല്ലെങ്കിൽ കൾച്ചറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ, തയോഗ്ലൈക്കോലേറ്റ് മീഡിയ. ഓക്കെ, അതുപോലെ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയയും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഫംഗൽ കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മീഡിയ ആണ് സെബറോട്ട് ഡെക്സ്ട്രോസ് അഗാർ എന്ന് പറയുന്നത്. സെബറോട്ട് ഡെക്സ്ട്രോസ് അഗാർ. ആൻഡ് ദിസ് കൾച്ചർ മീഡിയ പെർമിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് ആൻഡ് സം ഫഞ്ചി. ചില ഫഞ്ചിയുടെയും ഈസ്റ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മീഡിയ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മാൾട്ടോസ് ആയിരിക്കും കൊടുക്കുക. അതേപോലെ മൈക്കോളജിക്കൽ പെപ്റ്റോണും കാണും. ആൻഡ് മീഡിയത്തിൻ്റെ pH ബിലോ ഒരു
ലോ പി എച്ച് ആയിരിക്കും, അതായത് 5-നേക്കാളിലും ആ ഒരു പി എച്ച് ആയിരിക്കും കാണിക്കുക. അപ്പോൾ എന്ത് പറ്റും, ബാക്കിയുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ ഇൻഹിബിറ്റ് ആവും, ഫംഗൈ മാത്രമായിരിക്കും അവിടെ ഗ്രോ ചെയ്യുക. പിന്നെയും ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടി ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് ലൈക്ക് ക്ലോറാംഫെനിക്കോൾ അല്ലെങ്കിൽ ജെൻഡാമൈസിനൊക്കെ നമ്മൾ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് അവരുടെ ബാക്ടീരിയൽ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. ഓക്കെ, സോ അതാണ് ഫംഗസിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം. ഇനി നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, മിക്ക മീഡിയവും നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലാണ് ഫോർ 48 hours. അത് മിക്ക ബാക്ടീരിയയ്ക്കും അതാണ്. ഇനി ഫഞ്ചി ഒക്കെ ആണെങ്കിൽ നമ്മൾ 22 അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കാറുണ്ട്, ഇനോക്കുലേഷൻ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ കൊടുക്കാറുണ്ട്. ഇഫ് മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രോത്ത് കണ്ടീഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതിനകത്ത് ഗ്രോത്ത് കണ്ടീഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ബോത്ത് ബാക്ടീരിയ ആൻഡ് ഫഞ്ചി ഗ്രോ ബെറ്റർ ഇൻ 5% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ബാക്ടീരിയ ആയാലും ഫഞ്ചി എടുക്കുകയാണെങ്കിലും അത് 5% കാർബൺ ഡൈ ഓക്സൈഡിൽ അവരെന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അപ്പോൾ ബാക്ടീരിയ ആൻഡ് ഫഞ്ചിയെ നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ എന്താണ്, ഒരു 5% കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യും. അനേറോബിക് പ്ലേറ്റ്സിനെ നമ്മൾ അനേറോബിക് കണ്ടീഷൻസിൽ എന്ത് ചെയ്യണം, ഇൻക്യുബേറ്റ് ചെയ്യണം ഫോർ 7 to 14 days. സോ അനേറോബിക് പ്ലേറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അനേറോബിക് കണ്ടീഷനിൽ എന്ത് ചെയ്യണം, ഇൻക്യുബേറ്റ് ചെയ്യണം ഫോർ 7 to 14 days ആയിരിക്കും ഇൻക്യുബേറ്റ് ചെയ്യേണ്ടത്. ഇനി ചില മീഡിയ ആണ് ഫോർ സ്പെഷ്യൽ പർപ്പസ്, അത് ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ. ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ് മുല്ല ഹിൽട്ടൺ അഗാർ എന്ന് പറയുന്നത്. ഇനി എൻസൈം ഇൻകോപ്പറേറ്റഡ് ആയിട്ടുള്ള മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡിറ്റക്ട് ചെയ്യാറുണ്ട്. ബീറ്റ ലാക്ടമൈസ് ഡിറ്റക്ഷനാണ് അത് ചെയ്യുന്നത്. ഇനി സ്ക്രീൻ അഗാർ വെച്ചിട്ട് നമ്മൾ വാങ്കോമൈസിൻ റെസിസ്റ്റൻസ്, അതായത് സ്റ്റഫൈലോകോക്കായി വാങ്കോമൈസിൻ റെസിസ്റ്റൻസ് നമ്മൾ നോക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്ക്രീൻ അഗാർസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ക്രോം അഗാർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അത് കാൻഡിഡേനെ കൾച്ചർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ക്രോം അഗാർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പീഷീസ്. അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ യൂസ് ഓഫ് മീഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ കൊടുത്തത്. നമ്മൾ പഠിച്ചതും ഇനി കുറച്ച് എക്സ്ട്രാ കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ ആൻഡ് ദ എക്സാമ്പിൾസ്. അതിൽ ഫസ്റ്റ് വൺ ലിക്വിഡ് മീഡിയ, ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്, പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ ബ്രോത്ത്. ഈ ബ്രോത്ത് വാട്ടർ എന്നൊക്കെ വരുന്നതെല്ലാം ലിക്വിഡ് മീഡിയ ആയിരിക്കും. സോളിഡ് ആകുമ്പം അഗാർ എന്നായിരിക്കും എൻഡിൽ കാണുക. ന്യൂട്രിയൻ്റ് അഗാർ, ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ ഒക്കെയാണ് സോളിഡ് മീഡിയത്തിൽ വരുന്നത്. ഇനി സിമ്പിൾ അല്ലെങ്കിൽ ബേസൽ മീഡിയമാണ് നോൺ ന്യൂട്രിയൻ്റ് അഗാർ, ന്യൂട്രിയൻ്റ് അഗാർ ഒക്കെ വരുന്നത്. കോംപ്ലക്സിന് എക്സാമ്പിളാണ് തയോസൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽ സോൾട്ട്, സൂക്രോസ് അഗാർ, TCBSലെ വിബ്രിയോയ്ക്ക് വേണ്ടിയുള്ള അത് കോംപ്ലക്സിന് എക്സാമ്പിളാണ്. സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയയിലേക്ക് എക്സാമ്പിളാണ് ഹാൻഡ്സ് ബാലൻസ് സോൾട്ട് സൊല്യൂഷൻ. അത് നമ്മൾ വൈറസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിന്തറ്റിക് മീഡിയ ആണ്. എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ് തോഡ് ഹെവിറ്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ന്യൂട്രീഷണൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നതാണ് സെലലൈറ്റ് എഫ് മീഡിയ. നമ്മൾ പറഞ്ഞില്ലേ ഫീക്കൽ സാമ്പിൾസിനെ നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സെലക്റ്റീവ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ് സാൽമണല്ല ഷിജല അഗാർ. അത് സാൽമണല്ല ഷിജലിനെ ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ആണ് മാക്കോൺകെ അഗാർ. ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ഫ്രം നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഡിഫറൻഷ്യലും. അതെന്താണ് മാനിറ്റോൾ സോൾട്ട് അഗാറാണ് ഡിഫറൻഷ്യലിന് എക്സാമ്പിൾ. സ്റ്റഫൈലോകോക്കസ് ഓറിയസിൽ നിന്ന് സ്റ്റഫൈലോകോക്കസ് എബിഡർബിറ്റിസിനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ട്, സ്റ്റുവർട്ട്സ് ട്രാൻസ്പോർട്ട് മീഡിയ. അത് നമ്മൾ ത്രോട്ട് സ്വാബ്, ജെനൈറ്റൽ ട്രാക്ട് സ്വാബ് എന്നൊക്കെ ഉള്ളതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്പോർട്ട് മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ. അപ്പോൾ ഇത് നമ്മൾ നോക്കിയത് ഏതൊക്കെ എന്താണ് മീഡിയ അല്ലെങ്കിൽ മീഡിയയുടെ പർപ്പസ് എന്താണ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ആണ് നോക്കിയത്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡിഫറൻഷ്യൽ മീഡിയ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻഡിക്കേറ്റർ മീഡിയ, അങ്ങനത്തെ ടൈപ്പ്. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ മാക്കോൺകെ അഗാർ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക, എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഓരോ മീഡിയ എടുക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.